വീഡിയോ കാണുന്ന നല്ല രസിയാക്കളായ ഉപ്പമാർ, നമ്മൾ നല്ല കാര്യങ്ങളാണ് ഓരോ ലൈവിലും പറഞ്ഞു കൊടുക്കുന്നത്. പെൺകുട്ടികളെ ഭാവിക്ക് വേണ്ടി, പെൺകുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുന്നിടത്താണ് ഈ കിഡ്സ് ബ്ലോഗർ ഓരോ കാര്യങ്ങളും പെൺകുട്ടികളെ മുന്നിലേക്ക് എത്തിക്കും. അത് പെൺകുട്ടികൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ പെട്ടുപോകുന്നത് ആ മാതിരിയാണ് ഒരു പെൺകുട്ടിക്ക് സ്നേഹം. ഇപ്പൊ നമ്മുടെ കൈമത്തെ പെട്ടുപോയാലുണ്ടോ, ആ പെൺകുട്ടിന്റെ കൈമത്തെ പെട്ടുപോകുമ്പോ മറ്റുള്ളവർ നോക്കി, വേറെ ചെക്കൻ നോക്കി, പോലീസ് നോക്കി. പക്ഷെ ഞാൻ നോക്കിക്കൂല. ഞാൻ എൻ്റെ കാട്ടിൽ എവിടെയെങ്കിലും തുണിശീല വാങ്ങിയിട്ട് ആ കൈ കെട്ടിക്കൊടുത്ത്, ഇതുപോലെ ചോര ബെഡ് വരാക്കാൻ വേണ്ടി കെട്ടിക്കൊടുത്ത്, ചിലപ്പോൾ നമ്മൾ ആപ്പത്തിൽ കൊണ്ടുപോയി കാട്ടി കൊടുക്കുക, സ്വന്തം പൈസ എടുത്തുകൊണ്ടേ. നമ്മൾക്ക് ഞാൻ സുമാർ പറയാണ്, എനിക്ക് സ്വന്തം പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് കാട്ടും, സ്വന്തം കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിക്കും. സ്വന്തം കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കെട്ടിച്ച് കൊടുത്ത് നമ്മൾ സ്വന്തം പൈസ. അത് ഇന്നൊരു കുട്ടി മാത്രമല്ല, അത് ഏത് കുട്ടിയുടെ ഉപ്പൻ്റെ ഉമ്മയാണെങ്കിലും, ആ ഒരു കുട്ടിയുടെ ഉപ്പയുടെ മോളാണെങ്കിലും, അല്ലെ ആ കുട്ടിയുടെ ഉമ്മയുടെ മോളാണെങ്കിലും, ഇതൊന്നും എനിക്ക് എന്താ പറയുക ഇതില്ല. മറ്റുള്ളവരെ എന്തെങ്കിലും പറയട്ടെ, ആ പെൺകുട്ടീനെ അങ്ങനെ കൊണ്ടുപോയി, ആ പെൺകുട്ടീനെ മോൻ അങ്ങനെ കൊണ്ടുപോയി, എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനാണ് നമുക്ക്. അത് നല്ലവരെ പോലീസുകാർക്കും ഇന്ന ഒരു പെൺകുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും, ആ പെൺകുട്ടിൻ്റെ ബെഡ് പോയിക്കോട്ടെ എന്ന് നിങ്ങൾ മറ്റുള്ളവർ നോക്കിയിരിക്കും. ആ പെൺകുട്ടീൻ്റെ ബെഡ് പോയിക്കോട്ടെ, ആ പെൺകുട്ടി മരിച്ചോട്ടെ, നമ്മളെന്താ നോക്കണമെന്നാണ് അല്ലേ ആളുകൾ പറയുന്നത്. നമ്മളെ നോക്കുന്നത് അത് പോലീസ് ഒന്നും കൊണ്ടുപോയിക്കോളും, അത് പോലീസ് ഒന്നും കൊണ്ട് കെട്ടിച്ചോളും. ഇല്ല, നമ്മളങ്ങനല്ല. നമ്മുടെ ഏതൊരു കുട്ടിയാലും, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമ്മളെന്ത് ചെയ്യണം, കണ്ടു നിൽക്കാൻ പാടില്ല. നമ്മളെ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, എന്തെങ്കിലും ചെയ്ത് നമ്മൾ ജീവൻ കിട്ടും. അതാണ് നമ്മൾ ചെയ്യണം. എന്തെങ്കിലും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചങ്ക് പറിച്ചു കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം. അതാണ് കിഡ്സ് ബ്ലോഗർ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും എൻ്റെ വീഡിയോ ഒരുപാട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്. ഒരുപാട് നല്ല പെൺകുട്ടികൾ എൻ്റെ വീഡിയോസ് കാണും. എൻ്റെ വീഡിയോ ഒരുപാട് നല്ല പെൺകുട്ടികൾ കാണും, നല്ല ആൺകുട്ടികൾ കാണും, നല്ല ഉമ്മമാർ കാണും, നല്ല അപ്പന്മാർ കാണും. ചെറിയ ആൾക്കാർ ചീത്ത വിളിക്കുന്നവർക്ക് അവർക്ക് വാർക്കും പണി, ചീത്ത വിളിക്കുന്നവർക്ക് വാർക്കും പണി. അത് നമ്മൾ കാര്യത്തെടുക്കണ്ട. അവരെന്തും വിളിച്ചാലും നമ്മളെക്കൊണ്ട് വരാൻ. ഇപ്പം ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടീനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു തീരവാറുള്ള കുട്ടിയാണ് തലമറച്ച, അവിടത്തൊക്കെ മറച്ച ഒരു പാവപ്പെട്ട കഴിഞ്ഞ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയുടെ പുറം കൂന്നിക്കൊണ്ടാണ് ചെറുപ്പത്തിലെ ജനിച്ചത് തന്നെ പുറം കൂന്നിക്കൊണ്ട്. പിന്നെ ഒരു ഉമ്മ ഉണ്ട്, ഉമ്മക്ക് കാല് വേദന, കൈ വേദന ഒക്കെ. അപ്പോൾ ഉമ്മക്ക് ഒരു കൂട്ടിന് വേണ്ടി, ഉമ്മക്ക് സഹായത്തിന് വേണ്ടി എനിക്ക് എൻ്റെ പെണ്ണായിട്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഉമ്മക്ക് ഒരു സഹായത്തിന് വേണ്ടി എൻ്റെ പെണ്ണായിട്ട് നമ്മുടെ പൊന്നു പോലെ നോക്കാൻ, നമ്മളെ പൊന്നു പോലെ നോക്കുന്നവർ ചരിക്കാത്ത, എന്നെ വഞ്ചിക്കാത്ത, അത് പൈസ അഹങ്കാരം കാണിക്കാത്ത, ഒരു അധികാരം ഇല്ലാത്ത, ഒരു നിറമായിട്ട് ഒരു അഹങ്കാരം കാണിക്കാത്ത, ഒരു പൈസ ഇല്ലാത്ത, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ കുട്ടീനെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനത്തെ കുട്ടി വന്നാൽ മതി എൻ്റെ വീട്ടിൽ. എന്നെ നോക്കുന്ന ഒരു കുട്ടിയാണ്.
എന്നെ പൊന്നു പോലെ നോക്കുന്ന, എന്നെ ചലിക്കാത്ത, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ ഒറ്റ കൊടുക്കാത്ത, അപ്പോൾ ഇർസുവാകരെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക്. ഞാനത് മറ്റൊരു രീതിയിലേക്ക് നിങ്ങളെ കാണാൻ അങ്ങനെയാണ്. ഒരു കൈമന്ന് രക്തം പോലുണ്ടാവും, അതിപ്പോൾ വ്യക്തമായിട്ട് അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയുടെ കൈമന്ന് രക്തം പോലും ആ പെൺകുട്ടി ഇപ്പോൾ ഒരു രക്തത്തിൽ വരും. അവൾ വാതിലുമായി കുടുങ്ങുമ്പോൾ അവള് ഒരു ചോര ഇങ്ങനെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് അത് കണ്ടപ്പോൾ അവളെ ചോര വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു തുണിശീല വാങ്ങിയിട്ട് കെട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഷർട്ട് കീറിക്കൊണ്ട്, ഷർട്ടിൻ്റെ വക്ക് കീറിക്കൊണ്ട് കെട്ടിക്കൊടുക്കും. ഷർട്ട് പോലും വേണ്ട, ജീവമാണ് ഏറ്റവും ജീവനെല്ലാം നമ്മൾ വെച്ച് ജീവൻ രക്ഷപ്പെടുത്തുക മാത്രം. അതാണ് നമ്മുടെ കഴിവ്. മറ്റുള്ളവരെ ഷർട്ട് കീറാൻ മടിയാവും. പക്ഷെ നമ്മളുടെ അങ്ങനല്ല, നമ്മുടെ കറ കീറിക്കൊണ്ട് കെട്ടിക്കൊടുക്കുക എന്ന് നമ്മൾ ചെയ്തു. നമ്മൾക്ക് അങ്ങനെ ഇല്ല, അധികാരമില്ല. അതെ, ഏത് കുട്ടിയാലും ഏത് പെൺകുട്ടിയാലും ആൺകുട്ടിയാലും നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് ഇനി ഒരു പെൺകുട്ടി വെച്ചിട്ട് വീഴുമ്പോൾ അത് നമ്മൾ കൈ കെട്ടിക്കണം, ഇല്ല എടുത്തു കൊണ്ടിക്കണം. ആ പെൺകുട്ടിയെ പിടിക്കാൻ പാടില്ല, പെൺകുട്ടി പിടിക്കാൻ പാടില്ല. അതൊക്കെ പറഞ്ഞവർ പറയട്ടെ. നമ്മൾ 5-6 പവന്റെ സ്വർണം കൊടുത്തതാണ്, മാർഗം കാട്ടിയാണ് ഈ നാടിന് വേണ്ടി സത്യത്തിൻ്റെ കൂടെ മാർഗം കാട്ടിയിട്ട് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന, എപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പ രീതിയിൽ നല്ല രീതിയിലേക്ക് നമ്മൾ പോയി നല്ല ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞത്. അതുകൊണ്ട് ഒരു രക്തം പോയാൽ എന്ത് ചെയ്യണം, ആ പെൺകുട്ടിനെ നമ്മൾ രക്തം വരാത്ത ക്വാളിറ്റി, അവിടെ വെട്ടി വരാത്ത ക്വാളിറ്റി അവിടെ കെട്ടിക്കൊടുക്കുക. ആ വെട്ടി നിർത്തിപ്പോയി മാത്രം അതെങ്ങനെ നിർത്തി അവൾ ആഫ്രിക്കയ്ക്ക് എത്തിക്കുക. ആ വണ്ടി പൈസ നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ 10-100 പോയാലും നമുക്ക് അത് കിട്ടും. 10-100 പോയാൽ നമുക്ക് തിരിച്ച് വേറെ കിട്ടും. നമുക്ക് വേറെ വരാണ്ട് നമ്മളത് പോയി അറിഞ്ഞുകൊണ്ട് അതെ 10-100 പോയാലും നമുക്ക് 10-100 പോയാലൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്താ ഒരു പെൺകുട്ടിയെ നമ്മൾ ജീവന്റെ മറ്റുള്ള ആൾക്കാർ കണ്ടത് തിരിച്ചു. നമ്മളങ്ങനല്ല. ഞാൻ ഒരു പെൺകുട്ടിനെയും കണ്ടത് വെച്ചിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടാ പോണേ. എവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വൈകോ എവിടെയെങ്കിലും തലകറക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വികനോ അത് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും, വേഗം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും, മെഡിക്കൽ ആശുപത്രിയിൽ ആക്കി കൊടുക്കും. നമ്മുടെ സ്വന്തം ലിസ്റ്റിൽ നമ്മുടെ സ്വന്തം പൈസ വെച്ചുകൊണ്ട് നമ്മൾ കാണിക്കും. എന്നിട്ട് ആ കുട്ടിയുടെ ഒപ്പം അറിയും, ഇതെങ്ങനെ മോള് തലടച്ച് വീണതാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ കണ്ടപ്പോൾ ഓട്ടത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ആക്കി പെൺകുട്ടിയിലോ വീട്ടിലോ എവിടെ കൊണ്ടാക്കി കൊടുത്ത് അവിടെ നിന്ന് എന്നിട്ട് ആ കുട്ടീൻ്റെ ബാറ്റിൽ നിന്ന് നമ്പർ എടുത്തുകൊണ്ട് വിളിച്ചു ഞാൻ വിളിച്ചു സൻസർ. എന്നിട്ട് ആ കുട്ടീനെ വിളിച്ച് നിങ്ങളെ മോൾക്കൊന്നും സുഖമായിരിക്കേണ്ട, അവർക്കൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ബേജറൊന്നും ആകണ്ട, നിങ്ങളെ മോക്കൊന്നും കിട്ടിയില്ല. അവർക്ക് ചെറിയൊരു തരം അത് ഗ്ലൂക്കോസ് കയറ്റി അറിയില്ല, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊത്തും വേണ്ട, എനിക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുട്ടീൻ്റെ ജീവൻ ഞങ്ങൾ രക്ഷപ്പെടും, നമ്മൾ കണ്ടിരിക്കും. നിങ്ങൾ പൈസ ചോദിച്ചപ്പോൾ പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും ഞങ്ങൾ ചോദിക്കും, പൈസ ഒന്നും വേണ്ട. കുട്ടികളെ പറഞ്ഞാൽ പെൺകുട്ടികളെ പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ഉമ്മക്ക് പെൺകുട്ടി, അതുപോലെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളും നമ്മൾ മറ്റു കുട്ടി കാണിക്കും അല്ലേ. ആരായാലും ഇപ്പോൾ ഞാനാരും നിങ്ങളാരും കുടുങ്ങുമ്പോൾ ആരാരും ഒപ്പമാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ആ കുടുങ്ങിപ്പോൾ ഞാൻ അങ്ങനെ അത് തന്നെ മറ്റ് ആളുകൾ മറ്റ് സംസ്ഥാനം ചെയ്യും, മറ്റുള്ള ആൾക്കാർ വേറെന്തെങ്കിലും വിചാരിക്കും. ആ വിചാരിക്കുന്ന ആൾക്കാർ വിചാരിക്കട്ടെ, ഓളെ നോക്കാൻ കെട്ടാൻ പോവാണ്, അത് പറയുന്നോള് എന്തും പറഞ്ഞോട്ടെ. അത് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അത് നോക്കണ്ട. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നമ്മൾ നോക്കണം. ഒരു ജീവത്തിന് തുള്ളിയാണ് നമ്മുടെ ആവശ്യം. അത് ആരെയാണ്, അത് ഏത് കുട്ടിയുടെ പെൺകുട്ടിയുടെ
എന്റെ അടുത്ത് നോക്കി ഞാൻ നോക്കി. അതാണ് എനിക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നത്, മാസ്റ്റർ പഠിപ്പിച്ചു തന്നത്, എല്ലാവരും എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ടീച്ചർമാർ വരെ മാസ്റ്റർമാർ വരെ പഠിപ്പിച്ചു തരുന്ന അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പറയുമ്പോൾ ടീച്ചർമാർക്കും സന്തോഷമാവും, മാസ്റ്റർമാർക്കും സന്തോഷമാവും. നിങ്ങൾ എടുത്ത തീരുമാനം